ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ആർബൈറ്റ്സ് വെട്രാക്ക് എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ലഭിക്കുമല്ലോ. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന്. നമ്മൾ നാട്ടിൽ നിന്ന് B1 അല്ലെങ്കിൽ B2 എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എങ്കിലും നമുക്ക് B2ന്റെ ആ ഒരു ലെവലിൽ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ മനസ്സിലാകണമെന്നില്ല. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഒപ്പിടേണ്ടതുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനൊരു വിസ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് പറ്റിയേ മതിയാവും. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നമുക്ക് അതിൽ ഏത് ടൈപ്പ് ആർബൈറ്റ്സ് വെട്രാക്ക് ആണ് എന്നുള്ളതാണ്. നമ്മുടെ സാലറി സ്കെയില് ഏത് ടൈപ്പായിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു നേഴ്സായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേഷൻ വാർഡുകളിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ P7 കാറ്റഗറിയിലായിരിക്കും നമ്മുടെ സാലറി സ്കെയിൽ ഉണ്ടാവുക. അതിനോട് കൂടി തന്നെ ഇപ്പൊ നമുക്ക് ചില എക്സ്പീരിയൻസ് ഇപ്പൊ ICU അല്ലെങ്കിൽ നോട്ട് ഓഫ് നാമെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ എമർജൻസി കെയർ യൂണിറ്റിൽ അവിടെയൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ട്രോക്ക് ICU അങ്ങനെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടാരിഫും കൂടി കൂടുതലായിട്ടുള്ളതിലാണ് നമുക്ക് വരിക. അപ്പൊ അവർക്ക് അതിൻ്റെതായ സാലറി സ്കെയിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പം അല്ലാതെ ഇപ്പൊ ചില വൈറ്റൽ ബിൽഡിങ് ഇപ്പം എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രാക്ടീസ് ആൻഡ് ലൈറ്ററിങ് അല്ലെങ്കിൽ ഇപ്പൊ ഇന്റൻസീവ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ICUയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകതരം വൈറ്റൽ ബിൽഡിങ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്തവർക്കാണെങ്കിൽ പോലും അവർക്കും വേറെ രീതിയിലുള്ള സാലറി സ്കെയിലാണ് ഉണ്ടാവുക. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ വരുന്നവർ മിക്കവരും തന്നെ വാർഡിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുക. ഇപ്പൊ അനർക്കനുങ്ങിന് ഇപ്പൊ മീൻസ് ഹാഫ് അസിസ്റ്റൻസ് കിട്ടിയവരാണെങ്കിൽ തന്നെ അവരിപ്പോ വാർഡുകളിലൊക്കെ ആയിട്ടായിരിക്കും ജോലി ചെയ്യുക. അപ്പൊ അവർക്ക് വേറെ രീതിയിലാണ് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിയവരാണ് P7 ഉണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യുണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതിലെന്താന്ന് വെച്ചാൽ ക്യുണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിഗ്നേഷൻ ആണ്. അപ്പം ഇവിടെ നമുക്ക് എംപ്ലോയറിനാണെങ്കിലും നമുക്കാണെങ്കിലും ക്യുണ്ടിങ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവർക്ക് നമ്മൾ പിടിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിനൊരു നിയമമുണ്ട്. ഇപ്പം ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ റിസൈൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ റിസൈൻ ചെയ്യുക. പിന്നെ ചിലവർക്ക് എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞവരാണെങ്കിൽ ചിലയിടത്തെന്ന് പറയുന്നത് അതിൽ കൂടുതലുള്ള കാലാവധിയിൽ നോട്ടീസ് കൊടുക്കണമെന്നുണ്ട്. ചിലയിടത്തെന്ന് പറഞ്ഞാൽ തിയേറ്റർ മീൻസ് ഈ ക്വാർട്ടറലായിട്ട് ഇങ്ങനെ ഇപ്പം മാർച്ച് അത് കഴിഞ്ഞ് ജൂലൈ അങ്ങനെ ഓരോ ടൈം പീരീഡിലെ അവർക്ക് റെസിഗ്നേഷൻ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നാളെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്ന് ചിന്തിച്ചാലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം എല്ലാവരും അതിൽ റെസിഗ്നേഷൻ എന്താണ് ആ ക്യുണ്ടിക്കുന്നുള്ളിടത്ത് ഏത് ഗസറ്റ്സ് ആണെന്നുള്ളതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഉർലോബ്. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് വെക്കേഷന് പോകാനുള്ള എത്ര ദിവസം കിട്ടുന്നു. മിക്കയിടത്തും തന്നെ 28 അല്ലെങ്കിൽ 30 ഡേയ്സ് അങ്ങനെയൊക്കെയാണ് ലഭിക്കാറ്. ഇപ്പൊ ഇന്ത്യക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ നമുക്ക് 2 വീക്കിലൊന്നും പോയി എത്താനൊന്നും പറ്റുമൊന്നുമില്ല. മീൻസ് നമുക്ക് കുറച്ച് കാര്യം അത്രയും ഫ്ലൈറ്റ് ടിക്കറ്റിന് കൊടുക്കണം. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതലുള്ള ജേർണിക്കുള്ള ഒരു ലീവാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളത്. ഇപ്പൊ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ ഫേരിയൻ എന്ന് വെച്ചാൽ വെക്കേഷൻ സമയത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉർലോബ് ഡേയ്സ് എത്രയുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡാറ്റൻ ഷൂട്ട്സ് എന്ന് പറയുന്നത്. അത് ജർമ്മനിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഹോസ്പിറ്റലിൽ ഒരു കാര്യങ്ങള് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് കാര്യം പേഷ്യന്റിന്റെ ഫോൾമാർട്ട് എന്ന് വെച്ചാൽ പവർ ഓഫ് അറ്റോർണി എഴുതിയത് ആർക്കാണോ അവർക്കല്ലാതെ വേറൊരു നമ്മുടെ കാര്യങ്ങള് അവരുടെ പേഷ്യന്റ് കാര്യങ്ങള് പറയാൻ ഒരു റൈറ്റും ഇല്ല. അതുപോലെ പേഷ്യന്റ് അഡ്രസ്സ് അല്ലെ പേഷ്യന്റ് ഫോൺ നമ്പേഴ്സ്. അത് മാത്രമല്ല ഇവിടെ ജർമ്മനിയിൽ വേറെ 6 ഫോൺ നമ്പർ വേണമെങ്കിൽ പോലും നമുക്ക് അവരുടെ പെർമിഷൻ ചോദിച്ച് ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ച് മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഫോട്ടോ എടുക്കുന്നത് ഡാറ്റ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. ഇതെല്ലാമാണ് പ്രധാനമായിട്ട് നമ്മൾ ആർബൈറ്റ്സ് വെട്രാക്കിൽ നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം അത് മൊത്തം വായിച്ച് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ ഞാനൊക്കെ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ സമയം എടുക്കുന്ന കാര്യമാണ്, എന്നാലും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പൊ ഞാൻ അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് ശരിക്കും ഫുള്ള് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി അറിയാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ സൈൻ ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ നേരത്തെ ഒപ്പിട്ട് കഴിഞ്ഞാല് ഇപ്പൊ എന്തേലൊക്കെ ചതിക്കുഴികളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പം പുതിയതായിട്ട് വരുന്നവര് ആർബൈറ്റ്സ് വെട്രാക്കോ എന്തെങ്കിലും ഒപ്പിടുമ്പം ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നോടും വരെ ബൈ ബൈ.